നല്ലൊരു ഡിഗ്രി കയ്യിലുണ്ട്, പക്ഷേ ജോലി കിട്ടുന്നില്ല. ചിലർക്കാണെങ്കിൽ ഒരു ജോലിയിൽ പ്രവേശിച്ചു, പക്ഷേ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഒരേ ജോലി തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കരിയർ ഗ്രോത്ത് ഡ്രീം ചെയ്യുന്നു, പക്ഷേ എന്ന് പ്രൊമോഷൻ കിട്ടും എന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയില്ല. അത് എങ്ങനെ കിട്ടും എന്നും അറിഞ്ഞുകൂടാ. ചിലർക്കാണെങ്കിൽ ഇനി അടുത്തൊരു റിസഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി ആദ്യമേ പോകുമോ എന്നുള്ള പേടി കാരണം എല്ലാ ദിവസവും ജോലിക്ക് വരുന്ന ഒരു സാഹചര്യം. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സാഹചര്യം മുമ്പിൽ വരുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് പുതിയ കോഴ്സുകൾക്ക് പോയി ജോയിൻ ചെയ്യുക. ഇപ്പോൾ മാനേജർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരുപക്ഷെ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്തെന്നിരിക്കും. ചിലരാണെങ്കിൽ അതൊരു എക്സിക്യൂട്ടീവ് MBA അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം MBAക്ക് ജോയിൻ ചെയ്യും. നിങ്ങളൊരു കരിയർ ഡ്രീം ചെയ്യുന്ന ആളാണെങ്കിലോ, റോൾ ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ, അതുമല്ല നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിലോ, ഈ പറയുന്ന കോഴ്സുകൾക്ക് പിന്നാലെ പോവുകയോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുകയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളെ ഒരിക്കലും സഹായിക്കില്ല. കാരണം 10 വർഷം മുമ്പാണ് ഒരാളിൻ്റെ മൂല്യത്തെ നിശ്ചയിച്ചിരുന്നത് അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ മാനദണ്ഡപ്പെടുത്തി ചെയ്തിരുന്നത്. ഇന്ന് ഒരാളിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ നിശ്ചയിക്കപ്പെടുന്നത് അയാൾക്ക് ഒരു ജോലി എത്ര ഭംഗിയായി ചെയ്യാനുള്ള നൈപുണ്യം അയാളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. നൈപുണ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ ഉള്ളിലുള്ള സ്കിൽ സെറ്റ് എത്രത്തോളം വൈവിധ്യമുള്ളതാണ്, എത്രത്തോളം സ്പെഷ്യലൈസ്ഡ് ആണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇന്ന് ഒരാളിൻ്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഇത് തിരിച്ചറിയാതെ നമ്മൾ വീണ്ടും വീണ്ടും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്താലോ, ഡിഗ്രി കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത് ആ സർട്ടിഫിക്കറ്റുകൾ കൈവശപ്പെടുത്തിയാലോ ഒന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കരിയർ പ്രോഗ്രഷൻ ഇന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു കരിയർ ഗ്രോത്ത് ഡ്രീം ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് നെസ്റ്റഡ് സ്കിൽ സെറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്താണ് നെസ്റ്റഡ് സ്കിൽ സെറ്റ് സ്റ്റാക്കിംഗ്? നിങ്ങളൊരു കരിയർ ഡ്രീം ചെയ്യുന്നുവെങ്കിൽ, ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ I would strongly recommend you to visit my YouTube channel and watch this video in full. I'm sure that will help you skyrocket your career. See you there.